വിജയഹസര ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയുമായി മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ സീനിയർ താരമായ രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ 0-ന് പുറത്തായി. ഉത്തരാഖണ്ഡിനെതിരെ നടന്ന മത്സരത്തിൽ മുംബൈയുടെ ഓപ്പണറായി ഇറങ്ങിയ രോഹിത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താകുകയായിരുന്നു. ഇതോടെ രണ്ടാം മത്സരത്തിൽ ഹിറ്റ്മാന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാത്തിരുന്ന ആരാധകർക്ക് നിരാശയാണ് ഉണ്ടായത്. അതേസമയം വിരാട് കോഹ്ലി രണ്ടാം മത്സരത്തിലും ബാറ്റിംഗ് ഫോം തുടരുകയാണ്. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ കോഹ്ലി രണ്ടാം മത്സരത്തിലും തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. 29 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലി 13 ഫോറും ഒരു സിക്സും അടക്കം 61 പന്തിൽ 77 റൺസാണ് നേടിയത്. ഗുജറാത്തിനെതിരെ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടിയാണ് കോഹ്ലി മികച്ച ഇന്നിംഗ്സ് വീണ്ടും കളിച്ചത്. വിജയഹസര ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ ബീഹാറിന് വേണ്ടി തകർപ്പൻ സെഞ്ചുറി നേടിയ ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിക്ക് ടൂർണമെന്റിൽ ഇനിയുള്ള മത്സരങ്ങൾ നഷ്ടമാകും. മണിപ്പൂരിനെതിരെ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ ബീഹാർ ടീമിനോടൊപ്പം സൂര്യവംശി ഉണ്ടായിരുന്നില്ല. ഇനി ടൂർണമെന്റിലെ വരും മത്സരത്തിൽ താരത്തിന് കളിക്കാൻ കഴിയില്ല. ഡൽഹിയിൽ ദേശീയ പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും വാങ്ങിയതിനു ശേഷമായിട്ട് താരം നേരെ പോകുക ഇന്ത്യയുടെ അണ്ടർ-20 ലോകകപ്പ് ടീംസ് ക്യാമ്പിലേക്കായിരിക്കും. അടുത്ത വർഷം ജനുവരിയിലാണ് അണ്ടർ-19 ലോകകപ്പ് നടക്കുന്നത്. സൂര്യവംശി ടീമിലെ പ്രധാന താരമായതുകൊണ്ട് ലോകകപ്പിന്റെ ടീം ക്യാമ്പിൽ പങ്കെടുക്കുന്നതുകൊണ്ട് താരത്തിന് വിജയഹസര ട്രോഫിയിൽ അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകുന്നത്.